ഹലോ ഹായ് നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മോളിവുഡിലെ ഏറ്റവും ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു അമ്മയാണ്. സോ ലെറ്റ്സ് വെൽക്കം നീരജ രാജേന്ദ്രൻ മാം. ഞാൻ എന്താ വിളിക്കേണ്ട, അമ്മ എന്ന് വിളിക്കണോ ചേച്ചി? അമ്മ. അതായിരിക്കും എനിക്കും കുറച്ച്, നമുക്ക് മലയാളികളുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള അമ്മയാണ്. സോ മാമിനെ എപ്പോൾ കണ്ടാലും മാം ഭയങ്കര ജിലായിട്ടാണ് നിൽക്കുന്നത്. എന്താണ് ആ ഒരു എനർജിയുടെ രഹസ്യം? പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പം ലൈഫിൽ ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴേക്ക് എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് വയ്യ, എനിക്ക് സങ്കടങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരു തലമുറയാണ് ഇപ്പം ഉള്ളത്. അപ്പം ആ ഒരു തലമുറയിൽ മാം ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ജനറേഷനോട് എന്താ പറയാനുള്ളത്? ചെറിയ കാര്യങ്ങളിൽ ഡിസപ്പോയിന്റഡ് ആവേണ്ട കാര്യമില്ല. ശരിക്കും നമുക്ക് എത്രയോ നന്മകളുണ്ട്. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാലൊരു ഹോസ്പിറ്റലിൽ പോവാണ്, നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മളെയും കൂടി അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാന്ന് മനസ്സിലാവും ശരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കണം, ഉള്ള ഈ സമയം സന്തോഷിച്ചൂടെ? സന്തോഷിക്കുക. അപ്പം മാം എപ്പോഴും ഹാപ്പിയാണ്, ചുറ്റുമുള്ളവരെ ഹാപ്പിയാക്കി വെക്കുന്നത്. അപ്പം വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാർ ഫാമിലിയാണ്. അപ്പം മാമിൻ്റെ അച്ഛനെ നോക്കിയാലും ഒരു ഹിന്ദി പ്രൊഫസറായിരുന്നു, പിന്നെ ചേട്ടൻ ഡോക്യുമെന്ററീസ്, ഹസ്ബൻഡ് ആണെങ്കിലും ഈ ഒരു കലാ ഫീൽഡ് തന്നെയാണ്. പിന്നെ മക്കളെ കാര്യം പിന്നെ പറയണ്ട, ദർശന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ, ഭാവനയാണെങ്കിൽ തിയേറ്റർ. അപ്പം നിങ്ങൾ വീട്ടിൽ ഒത്തുകൂടുന്ന സമയത്ത് എന്താ മെയിനായിട്ട്, കല തന്നെയാണോ സംസാരം അതോ? അങ്ങനെയല്ല, ഞങ്ങളെല്ലാം വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ അടിയുണ്ടാക്കും, എല്ലാം ഉണ്ട്. വീട്ടിൽ ആരാ കുറച്ച് കുറുമ്പ് കൂടുതൽ? അത് ഞാനായിരിക്കും. സാധാരണ മക്കൾക്കാണ് കുറുമ്പ് കൂടുതൽ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറവ് എനിക്കാണ്. അതാണ് ഏജിൻ റിവേഴ്സ് ഗിയർ ആണോ അതോ പണ്ട് മുതലേ ഈ കുറുമ്പ്? അതെ. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രിക്ട്നെസ്സിൽ വളർന്ന് ഒരു ഫ്രീഡം വേണം, അങ്ങനെ ആയിട്ടാണോ ഈ ഒരു കുറുമ്പും അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്? അതെ, എല്ലാം എനിക്ക് വേണ്ടതൊക്കെ അന്ന് ചെയ്യും. ഞാനും അത് അനിയെത്തിയത്. പക്ഷെ എനിക്ക് ഇതുവരെ അച്ഛൻ്റെ ഒരു അടി പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അതൊരു പ്രത്യേകത. അനിയത്തിക്കും ചേട്ടനും അടിയും കിട്ടിയിട്ടുണ്ട്, വഴക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ തർക്കുത്തരം പറയൽ കുറവാണ്. അത് കാരണം എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും. അച്ഛൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിടില്ല, ബന്ധുക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഞങ്ങളെല്ലാവരും എല്ലാം ചെയ്യും. അതൊന്നും വീട്ടിലറിയില്ലെന്നേ ഉള്ളൂ. ആ കാലത്ത് സിനിമകൾക്ക് ഒരുപാട് കൊണ്ടുപോയിരുന്നു. എന്താ അച്ഛന് എന്തായിരുന്നു സിനിമകളോട് ഇത്ര ഇഷ്ടം വരാൻ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ കോളേജിൽ ടീച്ചേഴ്സ് എല്ലാവരോടും ചോദിക്കും, ഇത് കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന സിനിമയാണോ എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാ സിനിമകളും ഞങ്ങൾ കാണാറുണ്ട്. അന്ന് കണ്ടേല് മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ഒരു കല എന്നുള്ളത് പണ്ടേ ഒരു സ്വപ്നമായിരുന്നല്ലോ, അങ്ങനെ ഒരു സ്വപ്നം അതിന് ചിറക് വെക്കാൻ കാരണമായിട്ടുള്ളൊരു സിനിമ ഏതായിരിക്കും? അങ്ങനെ ഒരു സിനിമ എന്നൊന്നും പറഞ്ഞുകൂടാ. ഇപ്പൊ 80s നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ എത്ര സിനിമകൾ നമുക്ക് ആലോചിച്ചാൽ ഈ പറഞ്ഞ ഹാപ്പിനെസ് കിട്ടുന്ന എത്ര സിനിമകളുണ്ട്. അന്നതൊരു വലിയ ഹരമായിരുന്നു മോഹൻലാൽ സിനിമകൾ കാണാൻ. മോഹൻലാൽ MG കോളേജിലുമാണ് പഠിച്ചിരുന്നത്. അപ്പം അന്ന് നമുക്ക് നാടകങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. ചേട്ടൻ അവിടെയാണ് പഠിച്ചിരുന്നത്, അച്ഛൻ അവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയായിരുന്നു അങ്ങനെ. അപ്പം അപ്പോഴൊക്കെ നമ്മൾ തോന്നിയിട്ട് നമ്മളുടെ ഇടയിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് വരിക എന്നുള്ളതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അക്കാലത്ത് മോഹൻലാലിൻ്റെ ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടിട്ട് എല്ലാം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതിലും മുമ്പ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കുട്ടിക്കാലത്ത് ഓർമ്മയുള്ളത് പൂമ്പാറ്റ, രാഗം, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന. അന്നൊക്കെ ഓണത്തിനൊരു റിലീസ് ഉണ്ടാവും, അങ്ങനെ കണ്ടിരിക്കുന്നതാണ് രാഗം. ഇന്നും അതേ ഒരു എനർജിയിലാണ് സിനിമകളൊക്കെ കാണാൻ പോവാ? ഇപ്പൊ ഈ കൊറോണ വരുന്നതിന് മുമ്പ് തേഴ്സ്ഡേ ഫ്രൈഡേ എല്ലാ തിയേറ്ററിൽ ഉണ്ടാവും, ഉറപ്പാണ്. എനിക്കിങ്ങനെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് നല്ലതായാലും ചീത്തയായാലും നമ്മൾ കണ്ട് നമുക്ക് സ്വയം തീരുമാനിക്കാമല്ലോ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കണം. എന്താ വെച്ചാൽ എനിക്ക് വേറൊരാൾ അഭിപ്രായം പറഞ്ഞിട്ട് അതും കൊണ്ട് കാണാൻ പോവാൻ ഇഷ്ടമല്ല. ഞാൻ തന്നെത്താൻ തീരുമാനിക്കും. അതായത് ഇപ്പം കാണുമ്പോൾ നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടി കാണാമെന്നറിയല്ലോ, അപ്പം എന്റർടൈൻമെന്റ് മാത്രമേ കാണുള്ളൂ എന്നുണ്ടോ? എല്ലാം കാണും. വളരെ സീരിയസ് ആയിട്ടുള്ള എത്രയോ മൂവീസ് കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടൊരു ജോണർ ചോദിച്ചാൽ ഏതായിരിക്കും? നമുക്ക് എപ്പോഴും സന്തോഷം കണ്ടുവരാനാണ് ഇഷ്ടമെങ്കിലും എന്നോട് പാട്ടും
സിനിമയും ഒരുപാട് ഡെപ്തുള്ള സിനിമകൾ കാണാൻ തന്നെയാണ് ഇഷ്ടം. അല്ലാതെ അടിപൊളി തന്നെ കാണണം എന്നില്ല. ഇപ്പം മലയാള സിനിമ ഒരു വലിയ ചേഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ദർശനേ ഉള്ളത്. അപ്പം ദർശനയുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ വാരി വലിച്ച് ചെയ്യുന്ന ഒരു ആക്ട്രസ് അല്ല, ഭയങ്കര ചൂസിയാണ്. അപ്പം അങ്ങനെ ഭയങ്കര ചൂസിയാണെന്ന് തോന്നിയിട്ടുണ്ടോ ശരിക്കും? നിനക്ക് കുറച്ചുകൂടെ പടങ്ങൾ ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കുറച്ചുകൂടെ പടങ്ങൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കാറില്ലെങ്കിലും ചില ഇപ്പം നമ്മൾ അവൾ വേണ്ട എന്ന് പറഞ്ഞ പല സിനിമകൾ ഹിറ്റായി വരുമ്പോൾ ഞാൻ ചോദിക്കാം, അയ്യോ അത് ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിക്കും. വേണ്ട, ഞാനൊരു ഒരെണ്ണത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ എൻ്റെ ആയിട്ടുള്ള കാരണം ഉണ്ടാവും. ഡോണ്ട് ആസ്ക് മീ അഗെയിൻ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ ചോദിക്കാറില്ല. അത് ശരിക്കും നിങ്ങളുടെ ഒക്കെ ഓരോ ക്രിയേറ്റീവ് സ്പേസ് സെപ്പറേറ്റ് തീരുമാനങ്ങളും അവരവരുടെയാണ്. ആരും അതിനകത്ത് ഇടപെടാറില്ല. സിനിമ കഴിഞ്ഞിട്ടാണ് അതിന്റെ ചർച്ചകൾ. ദർശനയുടെ പ്രത്യേകിച്ച് നമ്മൾ ആരും ഒന്നും പറയാറില്ല. അവളുടെ തന്നെ ഇതുവരെയും അവൾ ആരാണ് ആയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മാത്രം. സ്കൂള് തൊട്ട് കേട്ടോ, ഇപ്പോഴല്ല, സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ആദ്യം തൊട്ട് ഞാനൊരു എഴുതാൻ പോലും പഠിപ്പിച്ചിട്ടില്ല. ഒക്കെ സ്വന്തം തന്നെ. അവരുടെ കുട്ടിക്കാലത്തെ പറ്റി പറയുമ്പോൾ, മാമിന്റെ കുട്ടിക്കാലത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം സ്കൂളിലുള്ള ഓർമ്മകളാണെങ്കിലും ആ ഒരു കാലത്ത് നാടകത്തിന്റെ അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എനിക്ക് ഈവൻ ഞാൻ സെൻറ് മേരീസിൽ പ്രീ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എനിക്ക് ഓർമ്മയുണ്ട്, ഡാൻസിന്. അത്ര വരെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ സെൻറ് മേരീസിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ സ്കൂളും ഇന്നത്തെ സ്കൂളും തമ്മിൽ എന്ത് വ്യത്യാസം വന്നിട്ട്. ഞാൻ തൊട്ടടുത്ത പട്ടത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് ഒറ്റപ്പാലത്ത് LSNൽ. അവിടെ അതേ ത്രൂ ഔട്ട് സ്കൂളിലെ എല്ലാ കൊല്ലത്തെയും അല്ലെങ്കിൽ അവ സ്കൂളിൻ്റേതായ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും സ്റ്റേജിലുണ്ടാവും. ഈവൻ ഞാൻ 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് 5th അവർ വേറെ സെക്ഷനാണ്, അതിലേക്ക് വന്നപ്പോഴും എന്നെ സിസ്റ്റർ 4th പ്രോഗ്രാമിന് വിളിക്കാറുണ്ട്. അത്ര വരെ ആക്റ്റീവായിരുന്നു നമ്മൾ. ഇത് കോട്ടണിൽ വന്നിട്ടാണെങ്കിലും അങ്ങനെ തന്നെ. കോട്ടണിൽ ലാസ്റ്റ് ഏജിലാണ് വന്നത്. 9th ലാസ്റ്റായി 10th ആയി. അപ്പോഴേക്കൊക്കെ അവിടുത്തെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചിത്രയൊക്കെ അവിടെ വിളിച്ചിരുന്നത്. കുക്കു, പരമേശ്വരൻ അവരൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അപ്പോഴേക്കൊക്കെ എല്ലാവരും അവിടെ ഉള്ള പണ്ട് മുതലേ ഉള്ളവരൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് സമയം കിട്ടുള്ളൂ. പിന്നെ ഓൾ സെയിൻസിലാണ് പഠിച്ചിരുന്നത്. അവിടെ അതേപോലെ എല്ലാത്തിനും അവിടെ വെച്ചാണ് ഞാൻ കോളേജിൽ ആദ്യമായിട്ട് ഒരു നാടകം, ഒരു ചെറിയൊരു പയ്യൻ്റെ ഒരു വേഷം വേണമായിരുന്നു. അങ്ങനെയാണ് സൈസ് ഇല്ലാത്ത ഒരാളെ ട്രൗസർ ഇട്ട് സ്റ്റേജിൽ കയറണം. അങ്ങനെയാണ് ഈ ഗാലറി ക്ലാസ്സാണ്. അവിടേക്ക് ഒരു സ്ലിപ്പും കൊണ്ടൊരു പ്യൂൺ വന്നു, നീരജ് ഹസ് വാണ്ടഡ് അറ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ദൈവമേ. ചെന്നപ്പോൾ നാടകത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവരെ നാടകം ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ പറഞ്ഞു സാരില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ഇന്ന് മുഴുവൻ നമുക്കിത് പ്രാക്ടീസ് ചെയ്യും, നാളെ ഓൺ സ്റ്റേജ് ആണ് അത്. അപ്പോൾ അന്ന് അതങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിറ്റേ ദിവസം നാടകം ചെയ്തൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി. എന്നോട് എൻ്റെ ഹിന്ദി ടീച്ചർ ചോദിച്ചു, എങ്ങനെയാണ് മോളെ ഇത്ര നന്നായിട്ട് ചെയ്തത്? എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല മാം, ഒക്കെ വീട്ടിൽ ഞാനും അമ്മൂമ്മയും തമ്മിലുള്ള അടി തന്നെയായിരുന്നു. അതിനകത്ത് ആ പയ്യൻ ഡയലോഗ് പോലും പറയാൻ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു. അനുഭവങ്ങൾ ആ കൊല്ലം ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. പിന്നെ അതുപോലെ 3 കൊല്ലം അടുപ്പിച്ച്.